ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ എവിടത്തേക്കാണ് ഇങ്ങനെ കെട്ടുമുട്ടൊക്കെ എടുത്തിട്ട് പോകുന്നതെന്ന് വിചാരിക്കേണ്ട. ഞങ്ങൾ ലക്ഷദ്വീപിലേക്ക് പോവാണ് ഗൈസ്. ഞങ്ങൾ 3 ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് പോകുന്നത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലോട്ടേക്കാണ്. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലോട്ടേക്ക് എത്തി. ട്രെയിനിൽ മംഗലാപുരത്തേക്കാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ മംഗലാപുരത്തേക്ക് എത്തി. പിന്നെ ട്രെയിനിലുള്ള യാത്ര ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ മംഗലാപുരത്തേക്ക് പോവുകയാണ്. അതിനിടയിൽ ഞങ്ങൾ ചെറുതായിട്ടൊരു ചായയും പിന്നെ ഉപ്മാവ്, ഇഡ്ഡലി അതൊക്കെ കഴിച്ചു കേട്ടോ. ഫുഡ് അത്ര വലിയ ശരിയായിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ മംഗലാപുരം എയർപോർട്ടിലേക്ക് എത്തി ഗൈസ്. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഈ ഫ്ലൈറ്റ് യാത്ര, അതാണ് മെയിന്. പിന്നെ ലക്ഷദ്വീപിലേക്ക് പോകണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമായിരുന്നു. അങ്ങനെ അതൊക്കെ ആ 2 കാര്യം വിചാരിച്ചേക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഒന്നാമതായിട്ട് ഫ്ലൈറ്റ് യാത്ര, പിന്നെ ലക്ഷദ്വീപ് കാണാമെന്നുള്ളൊരിതും. അങ്ങനെ പിന്നെ ഞങ്ങൾ എയർപോർട്ടിൽ എത്തി. പിന്നെ അവിടെ നിന്ന് ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ എന്തായാലും ടൈം എടുക്കുമല്ലോ. അപ്പോൾ 1.5 മണിക്കൂർ മുന്നേ എന്തായാലും അവിടെ കയറണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫുൾ ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടി. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഫ്ലൈറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റ് വന്നു. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിലോട്ടേക്ക് പോവുകയാണ്. പിന്നെ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ ആയിട്ട് പിന്നെ അങ്ങനെ എടുത്തിങ്ങനെ പോവുകയാണ്. പിന്നെ ഞങ്ങൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. സിയാദക്ക് പിന്നെ മുന്നേ എക്സ്പീരിയൻസ് ആണ്, കാരണം ആൾ ഗൾഫിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് ആൾക്കുണ്ട്, നമുക്കില്ല. അങ്ങനെ അത്യാവശ്യം നല്ലൊരു ഫ്ലൈറ്റ് തന്നെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ സീറ്റ് നമ്പർ പരിധി പിടിച്ചങ്ങനെ ഞങ്ങളവിടെ ഇരുന്നു. പിന്നെ അതിങ്ങനെ പൊങ്ങി വരുമ്പോഴുള്ള ഒരു ഇതായിരുന്നു. പിന്നെ ആ ഫ്ലൈറ്റ് പൊങ്ങുമ്പോഴുള്ള ആ ഒരു ഇത് ചെറുതായിട്ടുണ്ടായിരുന്നു. പിന്നെ കുഴപ്പമൊന്നുമില്ല, പ്രതീക്ഷിച്ച പോലെയൊന്നുമല്ല. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ വലിയ വിഷയമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ബെൽറ്റൊക്കെ ഇടാൻ പറയുമ്പം ചെറിയ മോള് ബെൽറ്റൊന്നും ഇടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ ചെറുതായിട്ടൊരു കരച്ചിലും പിടിച്ചിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയണ്ടേ, നിങ്ങളുള്ള പുറത്തുള്ള വ്യൂ ഞങ്ങൾ ആസ്വദിച്ച് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ എത്തി ഗൈസ്. ബാംഗ്ലൂർ എത്തി നോക്കുമ്പോൾ അവിടുത്തെ എയർപോർട്ട് സൂപ്പറായിരുന്നു കേട്ടോ. നല്ല വലിയ എയർപോർട്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഫ്ലൈറ്റും ഇങ്ങനെ നിരത്തി വെച്ചിട്ട് കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ അവിടുത്തെ ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ബസ്സിൽ നിന്ന് പിന്നെ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോയി ഫ്ലൈറ്റിലേക്ക് പോകണം കേട്ടോ. അങ്ങനെ ബസ്സിൽ ഞങ്ങൾ അങ്ങനെ ഫ്ലൈറ്റിൽ അടുത്തേക്ക് പോയി ഫ്ലൈറ്റിൽ കയറി. ഈ ഒരു ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ചെറിയ ഫ്ലൈറ്റ് ആട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ലക്ഷദ്വീപിലേക്ക് അങ്ങനെയുള്ള ഫ്ലൈറ്റാണ് ഉണ്ടാവുക. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നു. പിന്നെ ഫസ്റ്റ് എക്സ്പീരിയൻസ് കഴിഞ്ഞത് കൊണ്ട് നെക്സ്റ്റ് വലിയ വിഷയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് ഫ്ലൈറ്റിൽ നിന്ന് പിന്നെ എയർ ഹോസ്റ്റസ് ഒരു ലെറ്റർ തന്നിട്ടുണ്ടായിരുന്നു. ഇത്ര ഫാമിലി വെച്ച് ഞങ്ങളെയാണ് ആ ഒരു സെലക്ട് ആക്കിയിട്ട് അങ്ങനെ ഞങ്ങൾക്കൊരു ലെറ്റർ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. മക്കൾസിൻ്റെ പേരൊക്കെ ചോദിച്ച് അങ്ങനെ ആ പേരൊക്കെ എഴുതിയിട്ടുള്ളൊരു ലെറ്ററായിരുന്നു. അതിൻ്റെ കൂടെ സ്നാക്സും കാര്യങ്ങളൊക്കെ അവരുടെ വകയായിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഞങ്ങൾ ലക്ഷദ്വീപ് എത്താനാകുമ്പോഴുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. ആ ഒരു കടൽ കാണാനാണ് അവിടുത്തെ മെയിനായിട്ടുള്ളത് പറയാനുള്ളത്. ഭയങ്കര ഭംഗിയായിട്ട് അത് കണ്ടറിയന്നെ വേണം. അങ്ങനെ ഞങ്ങൾ ലക്ഷദ്വീപിലേക്ക് ഇറങ്ങുകയാണ് ഗൈസ്. അപ്പം നെക്സ്റ്റ് അവിടെയുള്ള വിശേഷങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് ഉൾപ്പെടുത്താമെന്ന് വിചാരിക്കുകയാണ്. അപ്പം പിന്നെ എല്ലാം ഇതിൽ തന്നെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ലോങ് വീഡിയോ ആവും. അതുകൊണ്ട് ഞാൻ അവിടം വരെയുള്ള വീഡിയോ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. Bye.